ഹായ് ഹലോ അസ്സലാമു അലൈക്കും മൈസെൽഫ് സഫീറ. ഇന്ന് നമ്മളൊരു സൂപ്പർ സ്പെഷ്യൽ ഡിഷാണ് കാണിക്കുന്നത്. റിച്ചും ഫ്ലേവർഫുള്ളും ആയിട്ടുള്ള നല്ലൊരു പ്രോൺസ് മന്തി അഥവാ ചെമ്മീൻ മന്തി. ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഡിഫറെന്റ് റെസിപ്പിയാണ്. ജ്യൂസി പ്രോൺസ് ഫ്രഷ് സ്പൈസസിൽ മാരിനേറ്റ് ചെയ്ത് സ്ലോ കുക്ക് ചെയ്തെടുത്ത നല്ലൊരു മന്തി. സീ ഫുഡ് ലവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇനി ഫാമിലിനെ ഇംപ്രസ് ചെയ്യാനാണെങ്കിലും ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ലൈഫിൽ ഒരു വട്ടെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ തുടങ്ങല്ലേ, വായോ. ഒരു നേരം 4 ആൾക്കാർക്ക് ലാവിഷായി കഴിക്കാനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ 2 കപ്പ് ബസുമതി റൈസ് ഒരു 3-4 തവണ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം 1 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇനി അത് അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മന്തി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ആ പാത്രം എടുത്ത് ചെമ്മീൻ ഇടുക. ഞാനിവിടെ 750 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലുള്ള ഓവർ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 1/4 കപ്പ് ക്യാപ്സിക്കും 1/4 കപ്പ് സവാളയും ചേർത്ത് കൊടുക്കാം. മാക്സിമം നമ്മളിത് ചെറുതാക്കി തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെമ്മീന് വേവ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കുറെ സമയം കുക്ക് ചെയ്തെടുക്കൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി അരിയുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 6 ഏലക്ക, 6 ഗ്രാമ്പു, 2 ടേബിൾ സ്പൂൺ മല്ലിയില, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിനയില, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുക. മന്തി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. രണ്ടായാലും ഒരു പ്രശ്നവുമില്ല. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 മാഗി ക്യൂബ് അഥവാ ചിക്കൻ സ്റ്റോക്ക്, പിന്നെ വീഡിയോ പർപ്പസിനും വേണ്ടി മാത്രം ഇത്തിരി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ഓയിലുകളൊന്നും ചേർക്കുന്നില്ല, ആകെ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയിട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നമുക്കിത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഉപ്പ് വരുടെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ ഓരോരുത്തരെ ഉപ്പിന്റെ അളവിനനുസരിച്ചിട്ട് ഉപ്പിന്റെ അളവ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അവിടെ സൈഡിൽ മാറ്റി വെക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചെമ്മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് ആദ്യം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെക്കാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയം നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളിനി ബാക്കി ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ മാതിരി ചെമ്മീൻ അധികം വേവ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെമ്മീനെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അടിയിൽ പിടിക്കാതിരിക്കാൻ. അപ്പം നമ്മുടെ ചെമ്മീൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള ചെമ്മീൻ്റെ വെള്ളമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ടാകും. ആ ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്ന രീതിയിൽ എത്തിയാൽ നമുക്ക് ചെമ്മീൻ ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ചെമ്മീൻ്റെ ഒരു കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ചെമ്മീൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. കാരണം അധികം വെള്ളം ഇല്ലതാനും എന്നാലിട്ട് ഇതിൽ വെള്ളം ഉണ്ടാവണം. ഈ വെള്ളം നമ്മൾ ഇനി റൈസൊക്കെ ആഡ് ചെയ്ത് ദം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതാണ് നമ്മുടെ ചെമ്മീൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് നിന്നിട്ട് ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കുത്തി കൊടുത്ത ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം, അതായത് ഉണക്കനാരങ്ങ. ഇതെന്തിനാണ് ചെറുതായിട്ട് കുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളിയൊന്നും നമ്മുടെ ചോറ്റിലേക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 ഏലക്ക, 4 പട്ട. ഇത് മുഴുവൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ
അധികം റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മന്തി മസാലയാണ് ചേർക്കുന്നത്. മന്തി മസാലൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലിങ്ങനെ ചേർക്കുന്നത്. ഇനി അതിലേക്ക് തന്നെ നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചപ്പോൾ ഞാനൊന്ന് ഫ്ലെയിമിൽ ഓയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റീം എൻ്റെ ക്യാമറക്ക് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരി ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിമിൽ ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് റൈസ് ഒരു 90% മാത്രം കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളും. അപ്പോൾ ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഒരു 90% കുക്കായി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമുക്ക് അവിടെ ഊറ്റി മാറ്റി വെക്കണം. നമുക്ക് ഈ ചൂടോടെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ദം പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് നമ്മൾ ആറാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ചെമ്മീൻ കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരിക്കലും നമ്മുടെ റൈസ് കുക്കാക്കാനും പാടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റുള്ള പരിപാടിയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടി, ദം ചെയ്യണ പരിപാടിയാണ്. അപ്പം ഞാൻ ഈ ഒരു ചെമ്മീനിന്ന് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 8-10 മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷനും വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇനി ഞാൻ ഈ ചെമ്മീൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും റൈസ് എത്തുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ റൈസ് സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു റൈസ് മുഴുവൻ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കറക്റ്റ് എത്തുന്ന പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം ക്യാപ്സിക്കവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 മാത്രം ചേർക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് നമ്മുടെ ചോറിനുണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചാർക്കോൾ സ്മോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ചെമ്മീനിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മുടെ റൈസിലേക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടാകും. ഇനി നമുക്കിതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ശേഷം ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്, നമ്മുടെ ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് ഒരു റൈസിൽ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു പച്ചമുളകും ക്യാപ്സിക്കും ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റൈസ് പൊട്ടിപ്പോവുകയോ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം കറക്റ്റായിട്ട് നമ്മളെല്ലാം നല്ല രീതിയിൽ മാത്രമാണ് വേവിച്ചിട്ടുള്ളത്, ഒന്നും ഓവറായിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ ഭയങ്കര ഫ്ലേവർഫുള്ളുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങളിത് വേണമെങ്കിൽ വീണ്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഉറപ്പാണ്, അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ പേജായിട്ടുള്ള ലൈഫ് ആൻഡ് ഫ്ലേവറും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. മാസലാം.